ക്ലാസ് 10 CBSE ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് മിറേഴ്സിന്റെ റേ ഡയഗ്രം വരയ്ക്കാൻ വേണ്ടി. അപ്പൊ അത് വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. ഒരു 4 റൂളുകളുണ്ട്. ആ റൂളുകൾ അറിഞ്ഞിരുന്നിട്ടാണ് നമ്മൾ റേ ഡയഗ്രം വരയ്ക്കുന്നത്. അപ്പൊ ആ റൂളുകളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ റേ ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് റേസ് വരയ്ക്കുക. റേസ് വരയ്ക്കുമ്പോൾ അതിന്റെ ആരോ മാർക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ ഓരോ പൊസിഷനിൽ വരുമ്പോൾ ഇമേജ് ഉണ്ടാകുന്നുണ്ട്. ആ ഇമേജിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ റേ ഡയഗ്രം ഒക്കെ വരയ്ക്കാൻ വേണ്ടി കൃത്യമായിട്ട് വരച്ച് തന്നെ എല്ലാവരും പഠിക്കണം കേട്ടോ. മിക്കപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, ആരോ മാർക്കൊക്കെ ഇടാൻ കുട്ടികൾ മറന്നു പോകും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ഇപ്പൊ തന്നെ പഠിച്ചു പോകുക കേട്ടോ. അപ്പം ആ ഓരോരോ പൊസിഷനിൽ ഇമേജ് ഉണ്ടാകുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. അപ്പൊ ആദ്യമേ നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായിരിക്കുമ്പോഴാണ്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായിരിക്കുമ്പോൾ പൊസിഷൻ, ഇമേജിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോക്കസിലായിരിക്കും. അതിന്റെ നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് പോയിന്റഡ് എന്ന് പറയാം, പോയിന്റഡ് സൈസ് എന്നൊക്കെ പറയാം. ഇനി അടുത്ത പൊസിഷൻ എങ്ങനെയാണ്? ഒബ്ജക്റ്റ് ബിയോണ്ട് സിയിൽ ഇരിക്കുകയാണ്. അപ്പം പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഇമേജിന്റെ പൊസിഷൻ ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആയിരിക്കും. നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അതിന്റെ സൈസ് ഡിമിനിഷ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് കേസ് ഒബ്ജക്റ്റ് അറ്റ് സിയിൽ ഇരിക്കുമ്പോഴാണ്. ഒബ്ജക്റ്റ് അറ്റ് സിയിൽ ഇരിക്കുമ്പോൾ പൊസിഷൻ ഓഫ് ദി ഇമേജ് സിയിൽ തന്നെയായിരിക്കും. നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അതിന്റെ സൈസ് സെയിം സൈസും ആയിരിക്കും. ദെൻ അടുത്ത സിറ്റുവേഷൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അങ്ങനെയാകുമ്പോൾ ഉണ്ടാകുന്ന ഇമേജിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ബിയോണ്ട് സിയിലായിട്ടായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അതിന്റെ സൈസ് എൻലാർജ്ഡും ആയിരിക്കും. അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അറ്റ് എഫിലായിരിക്കുമ്പോൾ, ഒബ്ജക്റ്റ് എവിടെയാണ്? അറ്റ് എഫിലായിരിക്കുമ്പോൾ. ഒബ്ജക്റ്റ് എഫിലായിരിക്കുമ്പോൾ ഇമേജ് ഉണ്ടാകുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പൊസിഷൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ പി ആൻഡ് എഫ്, അതായത് ഫോക്കസിനും അതുപോലെ തന്നെ നമ്മുടെ മിററിന്റെ ഇടയിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഉണ്ടാകുന്ന ബിഹൈൻഡ് ദ മിറർ ആണ്. ആ ഇമേജിന്റെ നേച്ചർ എന്ന് പറയുമ്പോൾ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. അതിന്റെ സൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എൻലാർജ്ഡ് ആയിട്ടുള്ള സൈസ് ആണ്. അപ്പോൾ ഈ റേ ഡയഗ്രം എല്ലാവരും വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അതുപോലെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൃത്യമായിട്ട് പഠിക്കുക. താങ്ക്